അവരുടെ താലിപ്പവഴം എന്ന് പറഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും താലിപ്പവഴം ധരിക്കും. അവർക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകും. ധൈര്യം, എല്ലാത്തിലും ധൈര്യം, വീര്യം, എല്ലാ കാര്യം നേട്ടം കൈവരിക്കാനായിട്ട് ചൊവ്വ നമ്മുടെ അതിൽ പ്രീതിപ്പെടണം. ചൊവ്വയുടെ ബലം ഒരു ജാതകത്തിൽ വേണം. ചൊവ്വയുടെ ബലം കുറഞ്ഞാൽ അതിനെ പവിഴം കൊണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പൗരുഷം നിലനിർത്താനായിട്ട് പവിഴം ധരിച്ചു കഴിഞ്ഞാൽ പറ്റും. അവരുടെ രക്തബലം കൂടും. സാർ, ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് 9 നവരത്നങ്ങളാണ്. അവയുടെ ഫലദാന ശേഷി, ഗുണനിലവാരം ഇവയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? നവരത്നങ്ങൾ അഥവാ 9 രത്നങ്ങൾ, ഇവയ്ക്ക് ഓരോന്നിനും ഇപ്പോൾ അതിനകത്ത് മാണിക്യം എന്ന് പറയുന്നത് സൂര്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. മുത്ത് എന്ന് പറയുന്നത് ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ചൊവ്വയ്ക്ക് പവിഴം, ബുധന് മരതകം, വ്യാഴത്തിന് പുഷ്യരാഗം, ശുക്രന് വജ്രം, ശനിക്ക് ഇന്ദ്രനീലം, രാഹുവിന് ഗോമേതകം, കേതുവിന് വൈഡൂര്യം. ഇങ്ങനെയാണ് 9 ഗ്രഹങ്ങൾക്ക് 9 രത്നങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. ഈ രത്നങ്ങൾക്കുള്ള വിശേഷത, ഈ ഓരോ രത്നത്തിനും അതാത് ഗ്രഹത്തിൻ്റെ എനർജിയെ രശ്മിയെ സ്വീകരിച്ച് ആ ധരിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള എനർജിയുണ്ട്, ശക്തിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണട വയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ ആ ന്യൂനതയെ മാറ്റാനായിട്ടൊരു ലെൻസ് പോലെ ഇതൊരു ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് വെച്ചാൽ നമ്മളെങ്ങനെ കാഴ്ചയെ സുതാര്യമാക്കുന്നോ, ഈസി ആക്കുന്നോ, അതുപോലെ തന്നെയാണ് ഈ രത്നങ്ങൾ നമുക്ക് പ്രകൃതിയിലുള്ള എനർജിയെ നമ്മളിലേക്ക് അടുപ്പിച്ച് തരുന്നത്, അല്ലെങ്കിൽ വലിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സ്വഭാവം, ചിന്ത, പ്രജ്ഞ, മേധ, പ്രതിഭ ഒക്കെ വ്യത്യാസം വരും. ആ രീതിയിൽ നമ്മൾ പോസിറ്റീവ് ആവും. അപ്പോൾ രത്നങ്ങൾ 9 രത്നങ്ങളാണ് പരമപ്രാധാന്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനകത്ത് ഓരോ രത്നങ്ങൾക്കും ഓരോരോ കാര്യമുണ്ട്. ഓരോ രത്നങ്ങൾ ധരിച്ചാൽ, അതായത് ഇപ്പം സൂര്യൻ്റെ ശക്തി കൊണ്ട് നമുക്ക് എന്തെല്ലാം കിട്ടും? ഇപ്പം പിതാവിൻ്റെ ബലം, പിതാവിൻ്റെ ആനുകൂല്യം, രാജപ്രീതി. ഇപ്പോഴത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ, സർക്കാരിൻ്റെ പ്രീതി. അപ്പം സർക്കാരിനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതുപോലുള്ള നേട്ടങ്ങൾ, അവർക്ക് അവിടെ ഒരു സിമ്പതി കിട്ടാൻ, അതല്ലെങ്കിൽ ഒരു പവർ കിട്ടാൻ, അല്ലേ, അവരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സൂര്യൻ്റെ ശക്തി അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവരുടെ ജാതകം നോക്കുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറവാണെങ്കിൽ മാണിക്യരത്നം ധരിക്കാം, ഇവർക്ക് ചേരുമെങ്കിൽ. ആ മാണിക്യരത്നം ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒഫീഷ്യലായിട്ടുള്ള അനുഭവം ഇവർക്ക് കൂടുതലുണ്ടാവും. പിന്നെ മനോധൈര്യം, ആത്മസംതൃപ്തി. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു സംതൃപ്തി വേണ്ടേ? നമ്മുടെ ആത്മാവിന് സംതൃപ്തി ഇല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ആത്മസംതൃപ്തി തരുന്നത് സൂര്യനാണ്. ആത്മകാരകൻ സൂര്യനായതുകൊണ്ട് സംതൃപ്തി ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ആ സൂര്യൻ്റെ ബലം കുറവാണെങ്കിൽ സംതൃപ്തി ഉണ്ടാവില്ല, നമുക്ക് ഒരു മൗഢ്യനായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ സൂര്യൻ്റെ ഈ മാണിക്യരത്നം ധരിച്ചിട്ടുള്ളവർക്ക് ഈ ഗുണങ്ങളെല്ലാം വർദ്ധിക്കും. ചന്ദ്രൻ്റെ ആണെങ്കിൽ ദേഹകാരകനാണ്, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, രക്തത്തിൻ്റെ ഒക്കെ കാരകനാണ് ചന്ദ്രൻ. അപ്പോൾ രക്തക്കുറവുള്ളവർക്കോ അല്ലെങ്കിൽ ഭയമുള്ളവർക്കോ, മനോബലം ഇല്ലാത്തവർക്കാണ് ഭയം വരുന്നത്. മനുഷ്യൻ്റെ അധപ്പതനത്തിന് കാരണം ഏതൊരു മനുഷ്യനും തോൽക്കുന്നത് ഭയം കൊണ്ടാണ്. ഭയരഹിതമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോൽവി ഉണ്ടാവില്ല. അങ്ങനെ ഭയമില്ലാതിരിക്കാനാണ് വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കണമെന്ന് പറയുന്നത്. അത് നമ്മൾ ജപിക്കുന്നില്ല, അതിൻ്റെ കുഴപ്പമുണ്ട്. ആ ശാന്താകാരം ഭുജഗശയനം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മമ ഭയഹര എന്നല്ലേ പറയുന്നത്. അത് എൻ്റെ ഉള്ളിലെ ആ ഭയത്തെ അകറ്റി തന്നാലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് ഈ മുത്ത് ധരിക്കുവാണെങ്കിൽ, ഒരു മിംഗ്ലിംഗ് പവർ കുറവുള്ളവർക്കോ കാര്യങ്ങൾക്കൊക്കെ ഈ മുത്തിൻ്റെ, ചന്ദ്രൻ്റെ ഒറിജിനലായിട്ടുള്ള മുത്തായിരിക്കണം. ആ മുത്ത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും. പിന്നെ ധൈര്യം, എല്ലാത്തിലും ധൈര്യം, വീര്യം, എല്ലാ കാര്യം നേട്ടം കൈവരിക്കാനായിട്ട് ചൊവ്വ നമ്മുടെ അതിൽ പ്രീതിപ്പെടണം. ചൊവ്വയുടെ ബലം ഒരു ജാതകത്തിൽ വേണം. ചൊവ്വയുടെ ബലം കുറഞ്ഞാൽ അതിനെ പവിഴം കൊണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പൗരുഷം നിലനിർത്താനായിട്ട് പവിഴം ധരിച്ചു കഴിഞ്ഞാൽ പറ്റും. അവരുടെ രക്തബലം കൂടും. മനസ്സിലായോ? അങ്ങനെയുള്ള ശാരീരിക ആഫ്റ്റർ മാരേജുള്ള ആളുകൾക്ക്, ദമ്പതികൾക്കൊക്കെ, പുതു ദമ്പതികൾക്കൊക്കെ ഈ പവിഴം ധരിച്ചു കഴിഞ്ഞാൽ വളരെ, ഇത് നമ്മുടെ ഒരു സമുദായത്തിലെ ഇപ്പോൾ കൊങ്ങണി വർഗം ഉണ്ടല്ലോ, കൊങ്ങണി ആളുകൾ,
അവരുടെ താലിപ്പവിഴം എന്ന് പറഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും താലിപ്പവിഴം ധരിക്കും, അവർക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി. അത് അവരുടെ ആചാരമാണ്. ഇപ്പോൾ അയ്യരുമാരുണ്ട്, ബ്രാഹ്മണർ, ഭട്ടന്മാർ, അവർ കല്യാണത്തിന് എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഒരു തരിയെങ്കിലും വൈരം അവർക്ക്, ശുക്രൻ്റെ പവർ അവർക്ക് കൂടുതലാണ്. ഇങ്ങനെ ആചാരമാക്കി നവരത്നങ്ങളെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 9 യോജിപ്പിച്ചിട്ട് താലി നടുക്കൊരു താലി ഇട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് 2 പവിഴം, താലിപ്പവിഴം എന്ന് പറഞ്ഞ് കൊങ്കണി ആളുകൾ അത് ധരിക്കും. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഒരു കസ്റ്റമാണത്. അപ്പോൾ അതിൻ്റെ ഫലമില്ലെങ്കിൽ ഇവരാരും എന്തെങ്കിലും ചെയ്യുമോ? ഇങ്ങനെ ഇത്രയും കാശ് മുടക്കിയിട്ട് ഇത് വൃദ്ധാവിലാണെങ്കിൽ അങ്ങനെ ആരും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഫലമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മരതകരത്നം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് മരതകം ധരിച്ചാൽ വളരെ നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരിക, നമ്മുടെ ഉള്ളിലെ ആശയം വേറൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവുള്ളവർക്ക് ഈ മരതകം ധരിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. നമ്മുടെ നീഡ്സ് അനുസരിച്ചും ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം നമുക്ക് ബ്ലാക്ക് മാജിക് വരിക, മടി വരിക. മനുഷ്യൻ്റെ വേറൊരു ശത്രുവാണ് മടി. ഈ മടി മാറാനായിട്ട് ബ്ലൂ സഫയർ, ഇന്ദ്രനീലം, മന്ദോ അലസ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ ശനിയാണ് മടി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഏഴരശനി, കണ്ടകശനി കാലത്തൊക്കെ ആളുകളെ അങ്ങോട്ട് ബ്രെയിൻ ഫ്രീസ് ചെയ്ത് മടിയന്മാരാക്കും ശനി ചെയ്യുന്നത്. അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ബ്ലൂ സഫയർ ധരിച്ചാൽ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ സോറിയാസിസ് അതുപോലുള്ള സ്കിന്നിൻ്റെ പ്രോബ്ലം, സർപ്പദോഷങ്ങളുള്ളവർ, അല്ലെങ്കിൽ ദുസ്വപ്നം കാണുന്നവർ, അങ്ങനെയൊക്കെ കുറേ ദോഷങ്ങളുണ്ട്. അപ്പോൾ രാഹു ദോഷമായിട്ട് നിൽക്കുന്നവർക്ക് ഗോമേതകരത്നം ധരിച്ചു കഴിഞ്ഞാൽ സ്കിൻ സംബന്ധിച്ച് വളരെ നല്ലതാണ്. പിന്നെ ചിന്താശേഷി ഉണ്ടാവും, ഭാവന ഉണ്ടാവും, ഊഹാപോഹപടു ആവും, ഊഹിച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ രാഹു ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ കേതുവിൻ്റെ വൈഡൂര്യം, കാറ്റ്സൈ എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ സർവത്ര തടസ്സം, മനസ്സിലായി, കേതുവിനെ കൊണ്ടാണ് ഗണപതിയെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ ഫലം അല്ലെങ്കിൽ വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് കേതുവിൻ്റെ രത്നമായിട്ടുള്ള വൈഡൂര്യ രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണമുണ്ടാകും. അപ്പോൾ ഒരാൾക്ക് എന്ത് ദോഷമാണെന്ന് അയാളുടെ ജാതകം നോക്കിയാൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിയുള്ള ഒരു ജ്യോത്സ്യന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇയാൾക്ക് എന്താണ് കുഴപ്പം. ഒരാൾ നമ്മുടെ അടുത്തേക്ക്, പണ്ടത്തെ ആയുർവേദ വൈദ്യന്മാരൊക്കെ അവരുടെ മുന്നിലേക്ക് രോഗി നടന്നു വരുമ്പോൾ പറയും ഇയാൾക്ക് ഇന്ന സുഖമാണ്. അത്ര ഫലസിദ്ധിയുള്ളവരാണ് അവർ. അതുപോലെ തന്നെ ഒരു ജ്യോത്സ്യൻ ഒരാളുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇയാൾക്ക് എന്ത് പ്രോബ്ലം കൊണ്ടാണ്, കുഴപ്പം കൊണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അതുണ്ടാക്കുന്ന ഗ്രഹം ഏതാണ്, ആ പ്രോബ്ലത്തെ ഉണ്ടാക്കുന്ന ഗ്രഹം ഏതാണ്, ആ ഗ്രഹത്തിൻ്റെ ബലം എത്രയുണ്ടെന്ന് നോക്കുക. ആ ബലം കുറവാണെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കുക. ഇതാണ് രത്നശാസ്ത്രം. ശരിക്കും അതിനകത്ത് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉള്ളതാണ്. അപ്പോൾ ശരിക്കും രത്നങ്ങൾ ധരിക്കുമ്പോൾ ഒരു ആസ്ട്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ ജാതകവും നോക്കി മാത്രം അല്ലേ ധരിക്കുമെങ്കിലാണ് അതിൻ്റെ ഒരു ഫലം പൂർണ്ണതയിൽ എത്തിക്കുന്നത്. നമസ്കാരം സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.